പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. വിശുദ്ധമായ ശൂനോയ നോയമ്പ് കൊണ്ടാടുന്ന ഈ സമയത്ത് മഹത്വമുള്ള ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. അമ്മ എന്ന് പറയുന്നത് മക്കൾക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും ഹൃദയത്തിൽ സ്നേഹമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഭൂമിയിൽ ഒരു അമ്മയുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ അമ്മയുടെ അടുക്കലേക്ക് ഒന്ന് ചെന്നാൽ അമ്മ ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും. അതിൽ പരം ഒരു ആശ്വാസം നമ്മൾക്ക് വേറെയില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ആ അമ്മ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയുടെ ഓർമ്മ പെരുന്നാളാണ് ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ. ഈ ശൂനോയ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ഒന്ന് പഠിക്കാം. പരിശുദ്ധ അമ്മയിൽ വെളിപ്പെട്ടതായ മാതൃത്വത്തിൻ്റെ 1-2 തലങ്ങൾ നിങ്ങൾക്ക് വരച്ചു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഈ അമ്മ എന്ന് പറയുന്നത് ഈ മദർ ഓഫ് കറേജ്, ധൈര്യത്തിൻ്റെ അമ്മയാണ്. കാരണം കൗമാരപ്രായത്തിൽ ഗബ്രിയേൽ ദൂതൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കി ദൈവത്തിനായി സമർപ്പിച്ചപ്പോൾ ലോകത്തിൻ്റെ സകല പ്രതിസന്ധികളെ നേരിടുവാൻ ധൈര്യമുള്ളവളായി തീർന്ന ഒരമ്മയാണ് നമ്മൾ ഈ അമ്മയിൽ കാണുന്നത്. രണ്ടാമത്, ഈ അമ്മയിൽ നമ്മൾ കാണുന്നത് ഈ മദർ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ മാതാവ്. ദൈവത്തിൻ്റെ ദൂതൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിനായി സമർപ്പിച്ച ആ അമ്മ. പൂർണ്ണമായൊരു വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവം, സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ജീവിതം. ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തതായ അമ്മയ്ക്ക് ജനിച്ചതായ പ്രജ തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി പാർത്തു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മളും സമ്പൂർണമായ ഒരു സമർപ്പണ ജീവിതം നയിച്ചാൽ നമ്മുടെ മക്കളും നമുക്ക് കീഴടങ്ങി വളരും. മൂന്നാമത് അമ്മയിൽ കാണുന്നത് എ മദർ ഓഫ് റിജോയ്സ്, ആഹ്ലാദത്തിൻ്റെ അമ്മയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ നമ്മൾ പ്രശസ്തമായ സ്തുതിഗീതം കാണുന്നു, മേരീസ് മാഗ്നിഫിക്കാറ്റ്. അതിൻ്റെ ആരംഭത്തിൽ പറയുന്നത്, എൻ്റെ ഉള്ളം കർത്താവിൽ മഹിമപ്പെടുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ദൈവത്തിൽ ആഹ്ലാദം കണ്ടെത്തിയതായ, ദൈവത്തിന് സന്തോഷം കണ്ടെത്തിയതായ ഒരമ്മയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ സന്തോഷം കണ്ടെത്തുവാൻ നമുക്കും സാധിക്കണം. നാലാമത്, എ മദർ ഓഫ് പവർ, ശക്തിയുടെ ആധാരം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യത്തിൽ കന്യകമറിയാം ഇങ്ങനെ പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയത് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ആധാരം. ഇന്ന് സെൽഫ് എസ്റ്റീം ഇല്ലാത്തവരുടെ എണ്ണം കൂടുകയാണ്. കഴിവില്ല എന്നൊരു തോന്നൽ, ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നൽ, ജീവിതത്തിൽ അർത്ഥമില്ല എന്നൊരു തോന്നൽ. ഇവിടെയാണ് പ്രതിസന്ധി നേരിട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് മാതാവ് പറയുന്നത്. ഇങ്ങനെ മാതാവിനെ പോലെ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമതായിട്ട് ഈ അമ്മയിൽ നമ്മൾ കാണുന്നത് എ മദർ ഓഫ് ക്ലെവർനെസ്, ബുദ്ധിശക്തിയുള്ളതായ ഒരു മാതാവ്, വിവേകമുള്ളതായ ഒരു മാതാവ്. തനിക്ക് ലഭിച്ചതായ പ്രജയെക്കുറിച്ച് ഉത്തമ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് ഈ പ്രജയുടെ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ലോകത്തിന്റെ ദോഷങ്ങളൊന്നും തട്ടാതെ, ലോകത്തിന്റെ ശത്രുക്കളുടെ കയ്യിൽ പെട്ടുപോകാതെ ആ പ്രജയെ സംരക്ഷിച്ച ഒരമ്മ, എ മദർ ഓഫ് ക്ലെവർനെസ്. ഇങ്ങനെ നമ്മുടെ മക്കളെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആറാമത്, എ മദർ ഓഫ് ഗൈഡൻസ്, ഉത്തമ വഴികാട്ടി. തൻ്റെ മകൻ ആരായി തീരുമെന്ന് വളരെ നേരത്തെ തന്നെ അറിഞ്ഞതായ അമ്മ, എല്ലാം ഹൃദയത്തിൽ സംഹരിച്ച് ശാന്തയായി വിനീതയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന അമ്മ. ഈ മാതാവിനെ പോലെ നമ്മളും ഉത്തമ വഴികാട്ടികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് ഈ അമ്മയിൽ ദർശിക്കുന്നത് എ മദർ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ അമ്മ. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ ദൂതന്റെ അരുളപ്പാടാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, Blessed are the peacemakers, for they will be called children of God. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ.
അസമാധാനം ഇന്ന് നമ്മളെല്ലാവരെയും പിടിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് മുക്തി വേണം. സമാധാനം ഉള്ളവർക്ക് മാത്രമേ സമാധാനം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ശൂനോയ് നോമ്പിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് നന്മകൾ പ്രാപിക്കാൻ ഇടയാകണം. മാതാവിൻ്റെ ജീവിത രീതിയെ അനുകരിക്കുമ്പോഴാണ് ഈ പെരുന്നാൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. അങ്ങനെ സ്വർഗത്തിൽ ഒരു അമ്മ നമുക്കുള്ളതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. സ്വർഗത്തിലെ ഈ അമ്മയെ പ്രതി നമുക്ക് നോയമ്പെടുക്കാം. സ്വർഗത്തിലെ അമ്മയെ പ്രതി നോയമ്പെടുക്കുമ്പോൾ ഭൂമിയിലെ അമ്മമാരെ പ്രതി അടുത്ത തലമുറകൾ നോമ്പെടുക്കും. ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം, ഉപവാസത്തോടെ ആയിരിക്കാം നോമ്പെടുക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകട്ടെ. അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലാകട്ടെ.